ഇന്ന് നമ്മുടെ ട്രാവൽ കിങ് മുക്താർ ഖാൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. കാലിക്കറ്റാണ് കേട്ടോ ആളുടെ പുതിയ വീട്. അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൽ ഏത് ചൂട് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഫ്ലിപ്പിൽ നല്ല ഓഫർ പ്രൈസിൽ കിട്ടിയ കേട്ടോ ഇത് രണ്ടും. അവസാനം ഞാൻ രണ്ടും എടുത്തിട്ട് നോക്കി. അവസാനം വൈറ്റ് തന്നെ ഫിക്സ് ചെയ്തു. അമ്മൂസ് അതിൻ്റെ ഇടയ്ക്ക് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഞങ്ങൾ അങ്ങനെ റെഡി ആയിട്ട് ഇതാ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ തനൂട്ടിക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. കാരണം തനൂട്ടിനെ ഇനി സ്കൂളിൽ പോയി കൂട്ടിയിട്ട് വേണം പോകാൻ. അങ്ങനെ സ്കൂളിൽ എത്തിയപ്പോൾ തനൂട്ടിക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ അവളെയും കൂട്ടി ഞങ്ങൾ നേരെ വിട്ടു കാലിക്കറ്റിലേക്ക്. ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് പോകണം കേട്ടോ. വണ്ടിയുടെ ഉള്ളിലെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകണം. ആദ്യം ഞങ്ങൾ പോയത് ആയിഷുൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടെ പോയിട്ട് അവരെയും കൂട്ടി ഞങ്ങൾ നേരെ പിന്നെ മുക്താർ ഖാൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഇതാണ് മൂപ്പരുടെ വീട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ വെൽക്കം ചെയ്യാനായിട്ട് ആളിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീടിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വീടിൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അത്രയും അടിപൊളിയായിട്ടാണ്. അങ്ങനെ വീടെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ്, അതായത് ഒരു മീറ്റപ്പ് തന്നെ മൂപ്പരിവിടെ വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് പേരെ കാണാൻ പറ്റി. അതിലൊരുപാട് സന്തോഷം. അങ്ങനെ എല്ലാവരും കുറേ നേരം സംസാരിച്ചിരുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോസ് എല്ലാം എടുത്ത് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ബസ്സിൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വണ്ടിയുടെ ഉള്ളിൽ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് ലൈറ്റിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മുടെ ധനേഷ് ക്രിയേഷൻ ആണ് കേട്ടോ. ഒന്നും പറയാനില്ല മക്കളെ, അടിപൊളി വർക്ക്. ഇതാണ് നമ്മുടെ ധനേഷ് ഏട്ടൻ. എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് അവർ വർക്ക് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യുക വീഡിയോ. അപ്പോൾ നിങ്ങൾ അതിലൊരു കമൻറ്റ് ഇട്ടാൽ മതി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ.